ഒന്ന് ഓർത്തോ, നീ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന കർത്താവ് കേട്ടു, കർത്താവ് നടത്തി. വലുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കൈകളും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് വീശിക്കൊണ്ട് പറഞ്ഞേ പോരാ, ഒരിക്കൽ കൂടി ആഗ്രഹത്തോടെ അടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്കിന്റെ കൊടുത്ത് പറഞ്ഞേ കർത്താവ് ഇന്ന് നിന്നെ അനുഗ്രഹിച്ചു. അയ്യോ പോരല്ലോ, ഒന്ന് പറഞ്ഞേ. ഇങ്ങനെയാണോ? എന്റെ മുഖത്ത് നോക്കിയിട്ടല്ല പറയണ്ട, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറഞ്ഞേ കർത്താവ് ഇന്ന് നിന്നെ അനുഗ്രഹിച്ചു. ഒന്ന് പറഞ്ഞേ. ഈ ടി വിയിലെ ലോകം മുഴുവൻ കാണുന്ന, വീട്ടിലിരുന്ന് കാണുമ്പോൾ അപ്പം മക്കൾക്കും അപ്പനോടെല്ലാം നിങ്ങളെല്ലാം പറയാ ഹല്ലേലൂയ. ആരനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്? കർത്താവാണ്. നമ്മൾ ആരുമല്ല, കർത്താവാണ് നമ്മളെ അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നമ്മളൊന്ന് പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. നിങ്ങൾ ആരെയും ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അടുത്ത് നിൽക്കുന്ന ആരാണെന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവിന്റെ വചനം പറയാണ്, നീ എന്നെ ആരാധിച്ചാൽ നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ നടത്തി തരും. വീട്ടുകാരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്ന ആളല്ല നിന്റെ ആഗ്രഹങ്ങൾ നടത്തി തരാം. ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ, അങ്ങനെ വചനം പറയണം, നീ എന്നെ ആരാധിച്ചാൽ നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ നടത്തി തരും. ഹല്ലേലൂയ. ഈ ഉപവാസം പ്രാർത്ഥനയിലൂടെ ത്യാഗത്തിലൂടെയൊക്കെ നിങ്ങൾ ശക്തിയില്ലല്ലോ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലേ? ഇല്ലേ? 3-4 നേരം കഴിച്ചിട്ടാ നിൽക്കണേ. ഹല്ലേലൂയ. ഭക്ഷണം കൂടുതൽ കഴിച്ചാലും പ്രശ്ന. വലുതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസം പ്രാർത്ഥനയിലൂടെയും പരിഹാരത്തിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതൊരു ആരാധനയാണ്. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനം കേട്ട് പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ ആർക്കും കിട്ടാത്ത വലിയൊരു ഭാഗ്യം. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ കെട്ടുകൾ അഴിയും. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ബന്ധനങ്ങൾ വിട്ടുപോകും. ഹല്ലേലൂയ. അതാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ സാത്താൻ കോട്ടകൾ തകരും. വേറെ ആരാധിച്ചാലും കാര്യമില്ല. കാരണം അവന്റെ നാമം ദൈവവചനമെന്നാണ്. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ സാത്താൻ കോട്ടകൾ തകർന്നു വീഴും. പൈശാചിക ശക്തിയിൽ വിട്ടുപോകും. നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന് തടസ്സമായി എല്ലാ കെട്ടുകളും അടിയും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ, 2 കൈകൾ ഉയർത്തിപ്പിടിച്ചാൽ, ഇപ്രകാരം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചാൽ, കർത്താവേ പോരാ, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനായി തീരും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എന്റെ രക്ഷ, അങ്ങ് മാത്രമാണ് എന്റെ ആശ്രയം. കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ കരം പിടിക്കണമേ, സകല ആപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ജീവിതമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ, അപ്പുറത്ത് വിരുന്നിരിക്കുന്ന ആളോട് ചോദിച്ചാൽ, ഷെയ്ക്കിനോട് ചോദിച്ചാൽ, ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ചോദിച്ചാൽ സന്തോഷമാണോ? ചിലർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ തന്നെ ആ ആൾക്കൊരു സന്തോഷാവില്ലേ? ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുവചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എങ്ങനെ ഇരിക്കാനാണ് പറയണത് എപ്പോഴും? അതൊക്കെ അറിയാം. ഹല്ലേലൂയ. നമ്മളെപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാനാണ് പറയണത്. പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക. വലുതുകരമുയർത്തി ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 4:4, നിങ്ങൾ എപ്പോഴും എന്റെ കർത്താവിൽ ആനന്ദിക്കുവേ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, എന്റെ കർത്താവിൽ സന്തോഷിക്കുവേ, ആനന്ദിക്കുവേ, സന്തോഷിക്കുവേ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പ്രാർത്ഥിച്ചും പരിഹാരം ചെയ്തും ഉപവസിച്ചും
നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ആയിട്ട് സാധിക്കും. ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തന്നു, ഞാൻ ഉപവസിച്ചപ്പോ ദൈവം അതിൽ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും ദൈവത്തോട് നന്ദി പറയാൻ സാധിക്കും നമ്മൾ പ്രാർത്ഥിച്ചിട്ട്. എന്നാൽ നിങ്ങൾ ആലോചിക്കാൻ, പൗലോസ്ലീഹ നമ്മളോട് എന്റെ കർത്താവിൽ ആനന്ദിക്കുവാനും എന്റെ കർത്താവിൽ സന്തോഷിക്കുവാനും നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാനും പൗലോസ്ലീഹ നമ്മളോട് ഇത് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പൗലോസ്ലീഹ എവിടെ ഇരുന്നിട്ടാ പറയുന്നത്? പൗലോസ്ലീഹ എവിടെ ഇരുന്നിട്ടാണ് എന്റെ കർത്താവിൽ സന്തോഷിക്കുവാൻ, എന്റെ കർത്താവിൽ ആനന്ദിക്കുവാൻ പറയുന്നത്? എവിടെ ഇരുന്നിട്ടാ? വല്ല സുഖവാസ കേന്ദ്രത്തിൽ ഇരുന്നിട്ടാണോ? ആണോ? ചേട്ടന്മാര് ഇത് സഹായ അവസ്ഥയില. ഹല്ലേലൂയ, സർവ്വയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ജയിലിൽ ഇരുന്നു കൊണ്ട്, വലിയൊരു പ്രതിസന്ധിയിൽ ഇരുന്നുകൊണ്ട്, പ്രശ്നത്തിന്റെ നടുവിൽ ഇരുന്നുകൊണ്ട്, തടവറയിൽ ഇരുന്നു കൊണ്ട് പറയാണ് എന്റെ കർത്താവിൽ സന്തോഷിക്കുകയും. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഈ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് പരിഹാരമൊക്കെ ചെയ്ത് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ, എന്റെ പ്രാർത്ഥനയ്ക്ക് അതിനു വേണ്ട ഫലമില്ലാതാകുമ്പോൾ, ഉപവാസത്തിന് ഫലമിടാവുമ്പോൾ നമുക്ക് കർത്താവിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും സാധിക്കുന്നുണ്ടോ? കർത്താവിന്റെ വചനത്തിൽ പറയാണ്, അപ്പോൾ എപ്പോഴും സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും സാധിക്കണമെങ്കിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15:16 കർത്താവിന്റെ വചനം പറയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15:16 വചനം പറയാണ്, അങ്ങയുടെ വചനം ഞാൻ കണ്ടെത്തിയപ്പോൾ അത് ഞാൻ ഭക്ഷിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞ ഹല്ലേലൂയ. അങ്ങയുടെ വചനം ഞാൻ കണ്ടെത്തിയപ്പോൾ എന്ത് ചെയ്തു? അത് ഞാൻ ഭക്ഷിച്ചു. എന്നിട്ട് പറയാണ്, അതെനിക്ക് ആനന്ദാമൃതമായി, എന്റെ ഹൃദയത്തിന് സന്തോഷവും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ പേരക്കുട്ടികൾക്കും മക്കൾക്കൊക്കെ വേണ്ടി നമ്മളിപ്പോൾ അതിതീഷ്ണമായി പ്രാർത്ഥിക്കുന്ന സമയ. എന്തിനാ? ഫുൾ A+. നമുക്ക് ആകുകൂടി മക്കൾക്ക് പ്രാർത്ഥിക്കേണ്ട സമയം ഇതാ. എപ്പോഴാ? പരീക്ഷ, SSLC പരീക്ഷ സമയത്ത്. വേറൊരു സമയത്ത് പോലും നമ്മൾ ആരാധനയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് ത്യാഗമെടുത്ത് ചെയ്തിട്ട് അതിലെങ്ങനെ പഴവ് പറ്റിയാൽ ആലോചിക്കാൻ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാൻ പറ്റും? ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റോ? അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ അത് ഞാൻ ഭക്ഷിച്ചു, അതെനിക്ക് ആനന്ദാമൃതമായി, എന്റെ ഹൃദയത്തിന് സന്തോഷവും. വലുകരവേർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും ദൈവത്തിൽ സന്തോഷിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനം കടന്നു വരുമ്പോൾ അത് ഭക്ഷിക്കണം, അത് സ്വീകരിക്കണം, അത് വിശ്വസിക്കണം. വലുകരവേർത്തി ഹല്ലേലൂയ. സർവ്വയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പോഴാണ് എന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും എനിക്ക് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്തുതിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 11:18 വചനം പറയാണ്, ആകയാൽ സഹോദരരെ, എന്റെ ഈ വചനം നിന്റെ ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കണം. ഹല്ലേലൂയ. എവിടെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? നിന്റെ ഹൃദയത്തിലും മനസ്സിലുണ്ടായിരിക്കണം ദൈവത്തിന്റെ വചനം. വീഴാതിരിക്കുവാൻ, അടിപതറാതിരിക്കുവാൻ എപ്പോഴും കർത്താവിനും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ധ്യാനത്തിനോ ഒരു പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വേണ്ട. എപ്പോഴാണ് സൗഖ്യ ശുശ്രൂഷ? എപ്പോഴാണ് രോഗശാന്തി? എപ്പോഴാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്ന സമയം എന്നുള്ള ചിന്തിക്കേണ്ട. കാരണം ജീവനുള്ള ദൈവത്തിന്റെ വചനം എപ്പോഴൊക്കെ കടന്നു വരുമോ അപ്പോഴെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. വലുതുകരമേർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം 13:19 വചനം പറയുന്നത്,
അവന്റെ നാമം ദൈവവചനമാണ്. ഈ ലോകത്തിലെ ഇത്ര വലിയ അധികാരികളുമെല്ലാം ഈ ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളെല്ലാം ലക്ഷക്കണക്കിനും ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ പ്രസംഗിച്ചു പോയിട്ട് ഒരാൾ പോലും കുടി നിർത്തിയതായിട്ട് കേട്ടിട്ടില്ല. ഒരാൾ പോലും തളർന്നാൾ എഴുന്നേറ്റ് നടന്നത് കേട്ടിട്ടുണ്ടോ? എന്നാൽ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കണം. അതാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം. വചനകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം. സുഭാഷിതങ്ങള് 6:22 വചനം പറയാണ്, നീ നടക്കുമ്പോൾ നിന്നെ നയിക്കും, നീ കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, നീ ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. ദൈവത്തിന്റെ വചനം അത് ഉള്ളിൽ ഉണ്ടായിരിക്കണം. കർത്താവിന്റെ വചനം അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കുവാൻ അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ എവിടെ സൂക്ഷിച്ചു? ഹൃദയത്തിൽ സൂക്ഷിച്ചു. ദൈവത്തിന്റെ വചനം നമ്മൾ വഴി തെറ്റാതിരിക്കുവാനായിട്ട് കുറെ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല. പിറുപിറുപ്പ് മടുപ്പ് ഒന്നും വരാതിരിക്കുവാൻ, ദൈവ അവിശ്വാസത്തിലേക്ക് കടന്ന് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ എപ്പോഴും ജീവനുള്ള ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ തുറക്കണം. ഹല്ലേലൂയ. കാരണം വചനം പറഞ്ഞ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. ഹെബ്രായർക്ക് ലേഖനത്തിലെ 4-ാം അധ്യായത്തിൽ പറയാണ്, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം എന്താ കാരണം? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്താ കാരണം? അവർക്ക് ഒന്നും ഒരു എഫക്റ്റ് ഇല്ല, വെറുതെ വന്നു പോകുന്നവരായിട്ട് മാറി, ഒന്നും ഉണ്ടായില്ല. അതിന്റെ തൊട്ട് താഴെ തന്നെ വചനം എഴുതി വെച്ചിട്ടുണ്ട്, അവർ അത് വിശ്വസിച്ചില്ല. വലതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നമ്മളും കർത്താവിന്റെ വചനം കേൾക്കാൻ വരുമ്പോൾ മരിച്ച വിശ്വാസികളെ പോലെ ഇരിക്കരുത്. വലതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സജീവോർച്ചു. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ, ഏകദേശം രാത്രി എന്ന് പറഞ്ഞ ഒരു 10 മണി സമയത്തൊക്കെ ആയി ഒരു സഹോദരൻ എന്നെ വിളിക്കുക. ബൈജു ബ്രദർ അല്ലേ? അതെ, ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. എന്താണ് സഹോദര പ്രശ്നം? പിന്നെ ഒറ്റ കരച്ചില, എല്ലാം നഷ്ടപ്പെട്ടു. 3 മക്കള്, ജീവിത പങ്കാളി, ജീവിക്കാൻ ഒരു വഴിയില്ല, വലിയ കടബാധ്യത, വീടും എല്ലാ സ്ഥലങ്ങളും എല്ലാ ബിസിനസ്സും എല്ലാം തകർന്നു പോയി. എന്നിട്ടും കടബാധ്യത ഒതുങ്ങിയിട്ടില്ല. കടബാധ്യത തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കാം. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരന്റെ ശരിക്കുള്ള സ്ഥലം എവിടെയാണ്? കാരണം പാലക്കാട് ഭാഷ അല്ല. ഞാൻ ഏത് ഭാഷയാണ് പറയണേ? ഞാൻ എവിടെയുള്ള ആളാ? അപ്പൊ അദ്ദേഹവും പറഞ്ഞു, ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട്. പെട്ടെന്ന് മനസ്സിലാവൂല തൃശ്ശൂർ ഭാഷ കേട്ട. എന്താ പാലക്കാട്? അവിടെ നിൽക്കാൻ പറ്റാതെ ഞാൻ അവിടുന്ന് പോകുന്നതാണ്. ഞങ്ങൾ വളരെ വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഗുണ്ടായുസം. ഇവിടെ വന്നു, ഇവിടെ ചെറിയൊരു പുര പോലെ ഒരു വീടിന്റെ ചെറിയ ഭാഗം 1500 രൂപ വാടകയ്ക്ക്, ഒരു ചേരി പോലത്തെ സ്ഥലം, അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. വാടക 1500 രൂപ കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു ചെറിയ ജോലിക്ക് പോയി പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. വീട്ടിന്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാതെ വരുമ്പോൾ, 3 നേരം ഭക്ഷണം കൊടുക്കാതെ വരുമ്പോൾ പറ്റുന്നില്ല സഹോദര. എന്ത് ചെയ്യണം? ഞാനിങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചു. ഇനി ഒന്നുമില്ല, ജീവിതം അവസാനിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരാളെ വിളിച്ചോ, എന്നിട്ട് വേണമെങ്കിൽ മരിച്ചോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു, ദൈവത്തിന് ഈ രാത്രിയിൽ എന്തോ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഒന്നും നമ്മുടെ നാശത്തിന് ദൈവം വരുത്തുകയില്ല, എല്ലാം നമ്മുടെ രക്ഷയ്ക്കായിട്ട് വരുത്തുള്ളൂ. വലുതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാവത്തില്ല. ഇത് നമുക്ക് മനസ്സിലാവാത്ത പ്രശ്നമാണ്. നമുക്ക് മനസ്സിലാവത്തില്ല ഇത്. ഈ 2025 ആദ്യ ദിവസം തന്നെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ
കുറച്ച് വാതിലുകൾ തുറന്നു. എന്തിന്റെ വാതിലാ? എന്തിന്റെ? കരുണയുടെ വാതിൽ. കരുണയുടെ വാതിൽ തുറന്നു. കരുണയുടെ വാതിൽ തുറന്നിട്ട് പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഒറ്റ കാര്യമുണ്ട്. മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളെല്ലാവരും പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് മാറുക. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പ്രത്യാശ നമ്മുടെ ജീവിതം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വെല്ലുവിളി നിറഞ്ഞ ജീവിതം ഈ കാലഘട്ടത്തിൽ. എങ്ങനെ ജീവിക്കും? എങ്ങനെ മുന്നോട്ട് പോകും? എന്തു ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പലതരത്തിൽ അങ്ങനെ ജീവിതം വഴിമുട്ടില്ല. അപ്പോഴാണ് മാർപ്പാപ്പയുടെ ആഹ്വാനം, പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലുള്ള പ്രത്യാശയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ തകർന്ന് നിരാശ വന്നാൽ പ്രത്യാശയുണ്ടെങ്കിൽ നിരാശ ഉണ്ടാവുകയില്ല. കഷ്ടത വന്നാൽ പ്രത്യാശയുണ്ടെങ്കിൽ നിരാശ ഉണ്ടാവുകയില്ല. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സഹനം വന്നാൽ പ്രത്യാശയുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? നിങ്ങളൊന്ന് പറയുന്നു, എന്തുണ്ടാവില്ല? നിരാശ ഉണ്ടാവുകയില്ല. കാരണം കഷ്ടത സഹനശീലവും ആത്മധൈര്യവും. കാരണം പ്രത്യാശ നമ്മളെ അവിടെയാണ്. ഇവിടെ നോക്കി, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയാൽ മാർപ്പാപ്പയുടെ അവിടെ കാണാം അല്ലേ? എന്താ എഴുതിയിരിക്കുന്നത്? ഇവിടെ എന്താ? പ്രത്യാശ നമ്മളെ ഇടയ്ക്കാതെ വരുമ്പോ ഇവിടെ നോക്കണത് നല്ലതാ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. മുകളിലേക്ക് നോക്കുമ്പോൾ മുന്നേ ഇവിടെ നോക്കുന്നത് നല്ലതാ. അവിടെ നോക്കിയാൽ പറയോട്ടത് എത്ര പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുകയാണ്. നമുക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, ഈ രാത്രിയിലെ നീ എന്നെ വിളിക്കാൻ, സഹോദരനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, നിന്റെ ഈ കഷ്ടത അത് നിന്റെ ജീവിതത്തിൽ തകർക്കാനുള്ളതല്ല, ദൈവം തരുന്ന രക്ഷയാണ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ നമുക്കത് മനസ്സിലാവത്തില്ല. നമ്മൾ വെറുതെയുള്ളൂ. ഉപവാസം എടുത്തു, പ്രാർത്ഥിച്ചു, പരിഹാരം ചെയ്തു, എല്ലാം ചെയ്തു, എല്ലാ സ്ഥലത്തേക്കും പോയി. കുരിശിന്റെ വഴി 14 അല്ല 24 അല്ല 72 വരെ ചെയ്തു. എന്നിട്ടും ഒരു രക്ഷയില്ല. ഹല്ലേലൂയ. നമുക്ക് 9 ചൊവ്വാഴ്ച അവിടെ പോയാൽ, 9 വെള്ളിയാഴ്ച ഇവിടെ പോയാൽ, 9 ബുധനാഴ്ച ഇവിടെ പോയാൽ കാര്യം നടക്കണം. അല്ലെങ്കിൽ വിവരം അറിയും. നമുക്ക് അങ്ങനെയാണല്ലോ. നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ലേ? ഇവിടെ നോക്കിയ പ്രിയപ്പെട്ടവരെ, ജോബിന്റെ പുസ്തകം 14:7. നമുക്ക് പ്രത്യാശയില്ല. പക്ഷേ എന്നാൽ ഇവിടെ പറയുന്നണ്ട, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ആർക്ക് പ്രത്യാശയുണ്ട്? ആർക്ക്? വൃക്ഷത്തിന് പ്രത്യാശയുണ്ടെന്ന് ജോബിന്റെ പുസ്തകത്തിൽ പറയാ. 14-ാം അധ്യായം 7. നിങ്ങളൊക്കെ ഒന്ന് അത് പോയിട്ടൊന്ന് വായിച്ചു നോക്കിയോളാം. ഇടയ്ക്ക് ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കുന്നത് നല്ലതാ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കണത് നല്ലതാണ്. നോമ്പ് കാലഘട്ടം മാത്രമല്ല, എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. കാരണം ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് വെളിപാട് 1:3 വചനം പറയുന്നത്. അപ്പം ഇടയ്ക്ക് വായിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ വായിക്കാത്തവരല്ല, വായിക്കണം. പക്ഷെ മടുപ്പ് വരുന്നുണ്ട്. മടുപ്പ് പാടില്ല. കഥാന വചനം പറയാണ് 14:7. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. ആലോചിച്ച് നോക്കിയാൽ, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. എന്താണെന്നറിയോ? എന്നെ മുറിച്ചാലും ഞാൻ വീണ്ടും തിളർക്കും. അത് പറയാണ്, മുറിച്ചാൽ വീണ്ടും തളിർക്കും. എന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റിയാലും, എന്നെ വെട്ടി മുറിച്ചിട്ടാലും പറയാണ്, അതിന് പുതിയ ശാഖകൾ എല്ലാം വെട്ടിമാറ്റിയാൽ അതിന്റെ വേരുകൾ മണ്ണിനടി എന്തുണ്ടായാലും ഞാൻ തളിർക്കും, ഞാൻ വീണ്ടും വളരും. അങ്ങനെ ഒരു പ്രത്യാശ നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്കുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ചിലതൊക്കെ അറ്റുപോകുമ്പോൾ, പലരും പല പ്രതിസന്ധികൾ മുന്നിൽ വരുമ്പോൾ, മുന്നോട്ട് നീങ്ങാൻ കാലുകൾ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ തളരും. ഇവിടെ പറയാ, എന്നെ മുറിച്ചിട്ടാലും, എന്റെ കൈകളും കാലുകളും അതിനെല്ലാം വെട്ടിമുറിച്ചാലും
ഞാൻ തളിർക്കും. ഹല്ലേലൂയ. വലുതുകരമേറി പറഞ്ഞ ഹല്ലേലൂയ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതൊരു ചോദിച്ചെന്റെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി മക്കൾ ചോദിക്കുന്ന ചോദ്യം, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും? ഹല്ലേലൂയ. വലുതുകരമേറി പറഞ്ഞ ഹല്ലേലൂയ. ആലോചിക്കാൻ, ഈ കാലഘട്ടത്തെ കുറിച്ചൊന്ന് ആലോചിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ. കുരിശിന്റെ വഴി നമ്മൾ എത്തിച്ചു ഇല്ലേ? ഇതിനു മുമ്പ് അതിന്റെ എട്ടാം സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കാൻ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യ ഇപ്പോ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കണേ. കുരിശിന്റെ വഴിയിലെ 8ാം സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്, ഈശോ കടന്നു പോകുമ്പോൾ കുറച്ച് അമ്മച്ചിമാർ ചുറ്റും നിന്നിരുന്ന സ്ത്രീകൾ എല്ലാവരും എന്തുണ്ടായി? ഒന്ന് പറയ് മരിച്ചു വിശ്വാസികളെ, ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറയേ. എന്തും മിണ്ടാത്തെ? എന്താണ് ഈശോ കടന്നു പോകുമ്പോൾ അവിടെ ചുറ്റും നിന്ന സ്ത്രീകൾ എന്ത് ചെയ്തു? ഓളിട്ടോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓളിട്ടോ. എന്താ ചെയ്തത്? കരഞ്ഞു. നിങ്ങളെ വിടാണ് ഞാൻ പെട്ടെന്ന് പോവാ, സമയമില്ല. രണ്ടുപേരും ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. 2 കൈകൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഒന്ന് വീശിക്കൊണ്ട് പറഞ്ഞേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീകൾ ഈശോയെ കണ്ടുകൊണ്ട് കരഞ്ഞു. അതിന് മുമ്പ് പോയാ പോക്ക് അതല്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം. ഇത് കണ്ടുകൊണ്ട് ചുറ്റും നിരുന്ന അമ്മച്ചിമാര് കരഞ്ഞപ്പോൾ, സ്ത്രീകൾ കരഞ്ഞപ്പോൾ, പലതരത്തിലുള്ള പ്രായമുള്ളവരുണ്ട്, അവർ കരഞ്ഞപ്പോൾ ഈശോ അവരുടെ മുഖത്ത് നോക്കി എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ ഓർത്ത് പിന്നെ ആരോർത്ത് കരയാതെ പറഞ്ഞേ? ഇപ്പൊ നമ്മുടെ സ്ഥിതി എന്താ? ഇപ്പോ ആരോർത്ത കരയണേ? എന്നിട്ട് ഇങ്ങനെ പോയാ മതിയാ? ഇങ്ങനെ പോയാ മതിയാ? ആരാധിക്കാൻ പറയുമ്പോ പറ്റുന്നില്ല, കൈ ഉയർത്താൻ പറയുമ്പോ പറ്റുന്നില്ല, ദൈവത്തെ സ്തുതിക്കാൻ പറയുമ്പോ പറ്റുന്നില്ല. മടുപ്പ്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ആലോചിച്ച് നോക്കിയേ. പറ്റുന്നുണ്ടോ? ഇങ്ങനെ പോയാ മതിയാ? അടുത്തിരിക്കുന്ന ആളൊരു ഷെയ്ക്കിനോട് ചോദിച്ചാൽ ഇങ്ങനെ പോയാൽ മതിയെന്ന് ചോദിച്ചു, അങ്ങനെയായാ പറ്റും ഒന്ന് ചോദിച്ചാൽ, അടുത്തിരിക്കുന്ന ആളൊരു ഷെയ്ക്കിൻ്റെ കൊടുത്ത് ചോദിച്ചാൽ ചിലർക്ക് ചേട്ടന്മാർക്ക് ഒരു ഭയം ചോദിക്കാനായിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ് ബ്രദർ പോവും, ഞാനങ്ങനെ അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ പോയാൽ മതിയെന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിതീക്ഷ്ണമായ പ്രാർത്ഥനയിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, ഇരട്ടി വിശ്വാസത്തിലേക്ക് കടന്നു വരണം. പോരാ. ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സാധിക്കും ആ ചിന്തയിലെ. അതുകൊണ്ട് പറയണ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വചനം ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, ഇത് നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുപോകുന്നതാ. ഇതിനൊന്നൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും ബ്രദറെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടുമ്പടക്കം മരിക്കാനുള്ള പ്ലാനാണ്. ഞാൻ അദ്ദേഹത്തോട്, മരിക്കാൻ ഒരുപാട് പ്ലാൻ ഉണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കാണ് നിനക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ. വലുതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. മരിക്കാനുള്ള വഴിയിലേക്കാൾ കൂടുതലാണ് രക്ഷയ്ക്കുള്ള വഴികൾ. എന്തായാലും നേരം വിളക്കണ വരെ ഒന്നും ചെയ്യരുത്, ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് എന്താ പറയണമെന്ന് അറിയില്ലല്ലോ. ഈ രാത്രി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. നേരം വെളുക്കുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ വെച്ചു. അതിന് ഫോൺ വെച്ചിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ വൈദികരോടൊക്കെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു കുടുംബം, ഞാൻ ഇങ്ങനൊരു ഇല്ലാത്തൊരു കാര്യം, നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ഈശോ കൃത്യമായിട്ട് ഉത്തരം തന്നില്ലെങ്കിൽ ആത്മാക്കൾ രക്ഷപ്പെടും. എല്ലാവരും ഒന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ എല്ലാവരോടും പറഞ്ഞു. നേരം വെളുക്കുന്നതിന് മുമ്പ്, കാരണം അവർക്ക് ഉറക്കമില്ല. എങ്ങനെ ഉറങ്ങും? തീയാണ്, പൊള്ളല, ഇതിനേലും ഡിഗ്രിയാണ് ചൂട്. ഇങ്ങനെ ഉറങ്ങാൻ പറ്റും? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം എന്നെ വിളിച്ചു നേരം വെളുക്കുന്നതിന് മുമ്പ്. ഞങ്ങളുടെ ബ്രദർമാർ എങ്ങനെയല്ലോ, എപ്പോൾ വേണമെങ്കിലും വിളിച്ചെടുക്കണമല്ലോ, രാവും പകലും ഒന്നുമില്ല. വിളിച്ചാൽ എടുത്തു. അവരുടെ ഉള്ളിലത്തെ തീ നമുക്കറിയാലോ. എടുത്തു.
അദ്ദേഹം എന്നോട്, ആ സഹോദരനോട് ചോദിച്ചു, ബ്രദറെ, കർത്താവ് എന്താണ് പറഞ്ഞത്? ഞാൻ ആ സഹോദരൻ അപ്പൊ തന്നെ പറഞ്ഞു, എൻ്റെ സഹോദരൻ ബൈബിൾ ഒന്ന് എടുക്കാൻ പറ്റുമോ? അദ്ദേഹം ബൈബിൾ എടുത്തു. അദ്ദേഹം ബൈബിൾ എടുക്കണോ? ആ, ബൈബിൾ ഈ രാത്രിയായാലും എടുത്തോ. അദ്ദേഹത്തിനോട് എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, ഒരു കാര്യം ചെയ്യേ, അതായത് സങ്കീർത്തന പുസ്തകം എടുക്കാമാണ്. സങ്കീർത്തന പുസ്തകത്തിലെ അവരോട് പറഞ്ഞൊരു വചനമുണ്ട്. സങ്കീർത്തനം 100. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ ഒരു വചനമാണ് സഹോദരന് തന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഒരു വചനവും എവനോ അതെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് വചനം ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, ഇതൊരു നിസ്സാര കളിയല്ല, വലിയൊരു ദൈവം നിങ്ങളെ കുറിച്ച് വലിയ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. എന്താണ്? അദ്ദേഹത്തിനോട് പറഞ്ഞു, സങ്കീർത്തനം 115:12. സങ്കീർത്തനം 115:12. കർത്താവിന്റെ വചനം പറയാണ്, കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, സഹോദര, കർത്താവിന് നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരുന്ന ഉള്ളിൽ ഇത്രയും നാൾ എന്തായിരുന്നു? എന്നെ ആർക്കും വേണ്ട, എന്നെ കുറിച്ച് ആർക്കും ഒരു വിചാരമില്ല. സഹോദരങ്ങൾക്കോ കൂട്ടുകാരന്മാർക്കോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കോ ആർക്കും എന്നെ കുറിച്ചൊരു വിചാരമില്ല, എന്നെ കുറിച്ച് ഓർമ്മയില്ല. അവരൊക്കെ ഒരു നിമിഷം വിചാരിച്ചെങ്കിൽ ഞാൻ രക്ഷപ്പെടാമായിരുന്നു, എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കേണ്ടവനല്ല. അവരാരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ, ഞാൻ പറഞ്ഞൊരു സഹോദര, ആർക്ക് നിന്നെ കുറിച്ച് വിചാരമില്ലെങ്കിലും നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു വിചാരമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഒരു വിചാരമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, കർത്താവിന് നമ്മെ കുറിച്ചൊരു വിചാരമുണ്ട്. ആർക്ക് വിചാരമുണ്ട്? ഈ ലോകത്തിൽ ഒരാൾക്ക് നമ്മെ കുറിച്ച് വിചാരം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. കാര്യം മനുഷ്യൻ. കാരണം കർത്താവിന്റെ വചനം മെസ്സേ 2:22 വചനം പറയുന്നുണ്ട്, മനുഷ്യൻ ഒരു ശ്വാസം മാത്രം. എന്താണ് മനുഷ്യൻ? നിങ്ങൾ ആരും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഉള്ളിൽ വലിയ ഗമേല ഇപ്പൊ ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസമല്ലേ, അത് പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ എന്താവും? പോയി, സംഗതി പോയി. ആ സമയത്ത് 5 ഏക്കർ 10 ഏക്കർ സ്ഥലമുണ്ട്, ലോക്കറിൽ പൈസയുണ്ട്, 6 കാറുണ്ട്. കർത്താവെ, ഈ ശ്വാസം ഒന്ന് പുറത്തേക്ക് വിടാൻ പറ്റോ? നടക്കോ? പിന്നെ നമ്മുടെ പേരെന്തുന്നാ? ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സർവ്വയർത്തി പറഞ്ഞ ഹല്ലേലൂയ. മനുഷ്യനൊരു ശ്വാസം മാത്രം, അവനെന്ത് വിലയുണ്ട്? അവനിൽ വിശ്വസിക്കരുത്. മനുഷ്യനിൽ ആശ്രയിക്കുന്ന ഒരു കെണിയാണെന്നാണ് പറയുന്നത് വചനം. ഒരു കെണിയാ മനുഷ്യൻ ആശ്രയിക്കുന്നത്. മനുഷ്യനൊരു ശ്വാസം മാത്രം. ഞാൻ പറഞ്ഞു, മോനെ, നീ പലരും പറഞ്ഞ വാക്ക് കേട്ടു. മനുഷ്യൻ വാക്കുമാറും, എന്നാൽ നമ്മുടെ തമ്പുരാൻ വാക്കുമാറുകയില്ല. വലുതുകർമ്മ പറഞ്ഞേ ഹല്ലേലൂയ. നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട്. ഈശോ പറയാ, മനുഷ്യൻ പറയുന്ന വാക്കല്ല. അവൻ പറയാ, പലരും എന്നോട് പറഞ്ഞു, അപ്പൊ ശരിയാക്കി ഇത് ചെയ്തരം വരാൻ പറഞ്ഞു, ചെല്ലാൻ പറഞ്ഞു. അവര് മാറിപ്പോയി, ഫോൺ എടുക്കുന്നില്ല എന്ന് പറയാ സ്ഥലത്ത്. അന്നിങ്ങനെയൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞു, എന്റെ മോനെ, അടുത്ത വചനം നീ വായിച്ചേൻ. വചനം പറയുന്നു, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദാനം നോക്കിയേ, നിന്നെ കുറിച്ച് എനിക്കൊരു വിചാരമുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ.
ദൈവഭക്തനുള്ള സമ്മാനം, കർത്താവിന്റെ അനുഗ്രഹം. ഈ രാത്രിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അതാ പ്രിയപ്പെട്ടവര്. നിങ്ങൾ 3 നിയോഗങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചോ? അത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത്. രാമ്യം പറഞ്ഞേ, ഇതുവരെ പറയാൻ പറ്റില്ല. വലുതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ആമേന്റെ അർത്ഥം എന്താ? അങ്ങനെ തന്നെ എന്ന് പറയില്ലേ നമ്മള്? അതാ പറയാൻ പറഞ്ഞേ. ശരിക്കും നിങ്ങൾക്ക് ഒരു ആവശ്യമില്ലാത്ത ആൾക്കാർ, ഒന്നും ഒരു ആഗ്രഹമില്ല, ഒരാവശ്യമില്ലാത്തവർ, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നെ അനുഗ്രഹിക്കും. എടുത്ത വൈകിനെ സഹോദരൻ എന്നോട് ചോദിച്ച കാര്യമുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ബ്രദറെ? ഞാൻ പറഞ്ഞു, സ്വന്തം ദേശത്തേക്ക് മോനെ നീ കടന്നു വന്നു. ഇത് കർത്താവിൻ്റെ വാക്കാ നിന്നെ കാത്തുകൊള്ളുന്നുള്ളത്, എൻ്റെ വാക്കല്ല. ദൈവത്തിൻ്റെ വചനം സത്യം, അത് വിശ്വാസയോഗ്യമാണ്, അത് സത്യമാണ്. ഞാനോട് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഉച്ച ആയില്ലേ ആ സമയത്ത് ഫോൺ വന്നു. ബ്രദറെ, ഞാൻ നാട്ടിലേക്ക് വന്നു. ഞാൻ ഞെട്ടിപ്പോയി അവൻ്റെ ഒരു വിശ്വാസം കണ്ടുകൊണ്ട്. ഞാൻ നാട്ടിലേക്ക് വന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണം? മോനെ, നിന്റെ ദേശത്ത് തകർന്ന സ്ഥലത്ത് തന്നെ നീ എവിടെയെങ്കിലൊക്കെ അവിടെ സെറ്റിലാവാ. ഇങ്ങനെയൊക്കെ സെറ്റിലാവും, അത് സാധിക്കും. അല്ലാതെ വഴിയൊക്കെ തുറക്കും, നീ നോക്കിയാൽ മതി. കാരണം കർത്താവ് പറഞ്ഞിട്ട് വരുമ്പോൾ കർത്താവ് സ്ഥലം ഒരുക്കിയിട്ട് വരാൻ പറയാ. വലുതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സ്ഥലം ഒരുക്കിയിട്ടുണ്ടായിരിക്കും, വെറുതെ പറയണതല്ല. എന്നോട് പറഞ്ഞു, നീ നിനക്ക് സ്ഥലം ഒരുക്കിയിട്ട് നീ അന്വേഷിക്കാത്ത കുഴപ്പമുള്ളൂ. അതേപോലെ കർത്താവ് ഒരു സ്ഥലം കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? നിനക്ക് പറ്റാവുന്ന എന്താണ്? അവൻ പലതും ചെയ്തു. ഞാൻ പറഞ്ഞു, പണ്ടത്തെ പോലെയല്ല, വിശുദ്ധ ബലി മുടങ്ങാൻ പാടില്ല, ദശാംശം മുടങ്ങാൻ പാടില്ല. കർത്താവിനോടുള്ള ആ ബന്ധം വഴിമാറാൻ പാകില്ല. കർത്താവ് ഉയർത്തിയോടും, അതാ കർത്താവിന് നിന്നോട്. അവന് എപ്പോഴും വിളിക്കും. വേദനകളുണ്ട്, അവരെന്നെ ചീത്ത പറയുന്നു, അങ്ങനെ വെല്ലുവിളികളെല്ലാം. ഒന്നിനും ഉത്തരവില്ല. കർത്താവ് അവരോട് സംസാരിക്കും. കാരണം നീ നിശബ്ദമായിട്ട് ഇരുന്നാല കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയുള്ളൂ. വലുതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം എത്രമാത്രം ശക്തിയാണെന്ന് അറിയോ? ചിന്തിക്കാൻ പറ്റിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പാതയിൽ ഞാൻ അവസാനം അവനോട് ചോദിച്ചു, നീ ചെയ്തിരുന്നൊരു പണിയില്ലേ മോനെ നിനക്കറിയണത്? അത് ചെയ്തോടെ, വേറെന്തിനു പോകണം? അതിന് പൈസയ്ക്കെ കുറിച്ച് കർത്താവ് തരുമെന്ന് നീ ആലോചിക്ക്. ആരെങ്കിലൊക്കെ കാണ്, നിനക്ക് വഴിയൊരുക്കുകയുള്ളൂ. അങ്ങനെ ആദ്യത്തെ മുതലാളിയുടെ അടുത്തേക്കും പോയി. അവൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ സഹായിക്കണം. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി, കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവൻ മുന്നിലേക്ക് ഓരോ ചുവടുകളും വെച്ച് തുടങ്ങി. കർത്താവിനെ നിന്നെക്കുറിച്ചൊരു കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോയിരുന്നു. ഞാൻ തന്നെ അതിശയിച്ചു പോയി അവന്റെ ഓരോ നിമിഷത്തെ വളർച്ച കണ്ടുകൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് തൃശ്ശൂര് അവന് ലക്ഷങ്ങൾ വരുമാനമുള്ള 3 ബിസിനസ് സ്ഥാപനങ്ങൾ ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചു. അട്ടപ്പാടിയിലേക്ക് 1 മാസം പ്രാർത്ഥിക്കാനായിട്ട് അവനൊരു ദൈവവിളി പോലെ തോന്നിയപ്പോൾ അവിടെ പോകുന്നു. 1 മാസത്തേക്ക് പ്രാർത്ഥിക്കാൻ അവിടെ നിൽക്കാനായിട്ട്. എന്റെ പ്രിയപ്പെട്ട, ജീവിതം എവിടെ തകർന്നു എന്ന് ചിന്തിച്ച സമയത്ത് അവിടെ വളരുക. അതാണ്, ഇതൊന്നും നിന്നെ നാശത്തിലേക്കല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ ചിന്തകളാ, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം മാറുമ്പോ ഈ ചിന്തകൾ വരുന്നത്. കാരണം മാർപ്പാപ്പ പറഞ്ഞു, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യരായ നമ്മൾ ദുർബലരാ. ചില വീഴ്ചകളും ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടബാധ്യതയ രോഗം, മക്കള്, അങ്ങനെ പലതരം തിരിച്ചടികള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വീണ്ടും പോകും, നിരാശ തകരും. മനുഷ്യരെ നമ്മൾ ദുർബലരാ. എന്നിട്ട് പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവ് ശക്തനാ. വലുതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് ശക്തനാ. ഇവൻ ശക്തനാ. ഇവനിൽ ആശ്രയിച്ചോ, ഇവൻ ശക്തനാ. അവന്റെ നാമം വിളിക്കുന്നവരെല്ലാവരും ഹല്ലേലൂയ.
ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മക്കളെ നോക്കി ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആരാധനയിൽ, ഈ വചന ശുശ്രൂഷയിലെല്ലാം പ്രത്യേക ഡെലിവറൻസ് കർത്താവൂടെ നടത്താൻ പോവുകയാണ്. വലുതുകരം ഉയർത്തി ഹല്ലേലൂയ. എത്ര മാത്രം എന്തു ചെയ്തിട്ട് ഒരു വളർച്ചയില്ല, ഒരു ഉയർച്ചയില്ല, എന്തു ചെയ്തിട്ട് ഒന്നും ഉയരുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള കെട്ടുകൾ എല്ലാം കർത്താവ് പൊട്ടിക്കാൻ ഇവിടെ ശക്തമായിട്ട് നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. ഫ്രാൻസിസ് പാപ്പ പറയണം, മനുഷ്യരായ നമ്മൾ ദുർബലരാ, എന്നാൽ നമ്മുടെ കർത്താവ് ശക്തനാ. വലുതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്കറിയോ, അതായത് ദൈവത്തിന്റെ വചനത്തിന് ശക്തി. ഇൻഡോറിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ എന്താ പേര് റാണി മരിയ. അവിടെ എന്തിനാ പോയേ? വല്ല ബിൽഡിങ് പണിയാനാണോ? സോഷ്യൽ വർക്ക്. പ്രിയപ്പെട്ടവരെ, വെല്ലുവിളികളും ഇൻഡോറിലെ, നിങ്ങൾക്കറിയോ, ഞാൻ പോയിട്ടുള്ള സ്ഥലത്ത് പോയിട്ടുള്ളതാ. പകല് പോയാലും ഒരു പേടിയാകും. വനത്തിൻ്റെ ഉള്ളിയോടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞ ഇവരെ മഠത്തിലേക്ക് എത്തണമെങ്കിൽ അന്ന് രാത്രിയിലെ ഞങ്ങൾ അവിടെ എത്തുന്നത്. ആലോചിക്കാൻ വളരെ ഒരു ഭയപ്പെടുത്തുന്ന വഴികളാണ് അതൊക്കെ. കിലോമീറ്ററുകൾ പോകണം. എന്നെ പ്രിയപ്പെട്ടവരെ, വെല്ലുവിളികളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായപ്പോഴും തകർന്നില്ല, നിരാശപ്പെട്ടില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച വെളിയിലൂടെ, ദൗത്യത്തിലൂടെ മുന്നോട്ട് പോയി. യേശുവിനെ അറിയാത്ത മക്കളെ കൊടുക്കുവാൻ. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ? അതായത് എന്തെല്ലാം അതായത് പലതരത്തിലുള്ള ഗുണ്ടായുസം, ഭീഷണി, വധിക്കുമെന്നുള്ള ഭീഷണി ഉണ്ടായിട്ടൊന്നും പിൻവലിഞ്ഞില്ല. കാരണം എന്താണെന്നറിയോ? ഒറ്റ വചന. യോഹന്നാന്റെ സുവിശേഷം 15:13, സ്നേഹിതന് വേണ്ടി ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. സ്നേഹിതന് വേണ്ടി ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന ഒരൊറ്റ വചനം, അത് മാംസം ധരിച്ചു. അത് ഫലമാണ്. അതാണ് ആ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി, ആ ഗുണ്ട പിടിച്ചിറക്കി വഴി ആ ബസ്സിന്റെ അടുത്ത് വെച്ച് 48ഓളം കുത്തുകൾ കുത്തിയ വേണം. എന്റെ പ്രിയപ്പെട്ട, ഒരു പരാതിയും പറഞ്ഞില്ല, ഒരു പരിഭവമൊന്നുമില്ല, രക്ഷപ്പെടാൻ നോക്കിയില്ല. എന്നിട്ട് പറഞ്ഞു, ആ ബസ് ആ സിസ്റ്ററുടെ ശരീരത്തിലേക്ക് കയറ്റാൻ വരെ പറഞ്ഞു. പക്ഷെ ബസ്സുകാരൻ പെട്ടെന്ന് അവിടുന്ന് വിട്ടുപോയി. അറിയാണ്ട് പ്രിയപ്പെട്ടവർ, ഇത് വെറുതെ കളിയല്ല. കർത്താവിന്റെ വചനത്തെ സ്നേഹിച്ചു. ആ വചനം ഉള്ളിൽ കയറി, ആ വചനത്തെ സ്വന്തമാക്കി. ഈ വചനം നമ്മളിൽ, അതാണ് അങ്ങയുടെ വചനം ഞാൻ കണ്ടെത്തിയപ്പോൾ അത് ഞാൻ ഭക്ഷിച്ചു. അതെനിക്ക് ആനന്ദപ്രദമായ എന്റെ ഹൃദയത്തിന് സന്തോഷം. ഏത് വെല്ലുവിളികളും പ്രശ്നം എന്റെ ജീവിതത്തിൽ വന്നാലും ദൈവത്തിൽ സന്തോഷിക്കുവാൻ, ദൈവത്തിൽ ആനന്ദിക്കുവാൻ നമുക്ക് സാധിക്കും. മധുകരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആലോചിക്കാൻ ഫ്രാൻസിസ് സേവ്യർ നല്ല സമ്പന്നനായിരുന്നു. അവ ഈ ലോകത്തെ തന്നെ സമ്പത്ത് കൊണ്ട് വലിയ ആളാവാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുക, വ്യാപാര മേഖലയിൽ ഓടി നടക്കുക. പക്ഷെ ഗിനീസ് ലയാള അദ്ദേഹം ഇവനെ നോക്കി, ഇവനെ കാണുമ്പോഴൊക്കെ പറഞ്ഞു, 8:35 മർക്കോസിന്റെ സുവിശേഷം, നീ ലോകം മുഴുവൻ നേടിയാലും ഇതങ്ങോട്ട് ഉള്ളിലേക്ക് കയറി. നമ്മുടെ ഗോവയിലുള്ള ആ വിശുദ്ധൻ എത്ര വർഷമായി? നമ്മളൊക്കെ 7 ആവുമ്പോഴേക്കും, നമ്മളൊക്കെ മരിച്ചിട്ട് 7 ആവുമ്പോഴേക്കും ഇത് 400 വർഷമോ അല്ലേ? ശരീരം അങ്ങനെ തന്നെ ഇരിക്കും. ഒറ്റ വചനത്തിന്റെ അത് വിശുദ്ധം. അതാണ് ആ വചനത്തിൽ ജീവിച്ചു. 1000ങ്ങളും 10,000 ലക്ഷക്കണക്കിന് മക്കളെ യേശുവിലേക്ക് കൊണ്ടുപോകുന്നു. അതിലൊറ്റ വചനം. അതാണ് വചനം. ആത്മാവും ജീവനുമാണ്. വചനം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ.
ഇത് വായിച്ചു പോയാൽ പോരാ, എഴുതി പഠിച്ചാൽ മാത്രം പോരാ. എന്റെ ഹൃദയത്തിലേക്ക് അതാ ജോഷയുടെ പുസ്തകം 1:8 പറയുന്നത്, ന്യായ പ്രമാണ ഗ്രന്ഥം നിന്റെ അതരത്തിലുണ്ടായിരിക്കണം. അത് രാവും പകലും അതിൽ എഴുതിയിരിക്കുന്നതല്ല, നീ പാലിക്കണം. ഈ 2-3 കാര്യങ്ങൾ നമുക്ക് പറ്റില്ല. പക്ഷെ അതിന്റെ അടിയിൽ ഒരു 2 കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ. ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അതരത്തിലുണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നതല്ല നീ പാലിക്കണം. അത് രാവും പകലും ധ്യാനിക്കണം. നമുക്കല്ലാതെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ധ്യാനിക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പിന്നെയാണ് രാവും പകലും വചനത്തെ കുറിച്ച് ധ്യാനിക്കൽ. എന്നാൽ അങ്ങനെയുള്ള മക്കളെ നോക്കി ഈശോ പറയാ, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ജീവിതം വിജയം വരിക്കും. വലുതുകരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ആത്മാവും ജീവനുമായ ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അഗസ്ത്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. അതാണ് അഗസ്ത്യൻ പ്രാർത്ഥിക്കുക. വിശുദ്ധ അഗസ്ത്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ, ദൈവമേ, അങ്ങയുടെ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വചനം എന്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും നമ്മള്. കാരണം ഒരു നിമിഷം പോലും ആലോചിക്കാൻ ആർക്കും വേണ്ടാത്തവനായിട്ട്, ഒരു നല്ല മനുഷ്യരിൽ വിറക്കപ്പെട്ടവനായിട്ട് ബൈബിൾ എടുത്ത് വായിച്ചു. റോമാ 13:13 പകലിന് യോജിച്ച വിധം പെരുമാറാം എന്ന് തുടങ്ങുന്ന വചനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വചനം മാംസം ധരിച്ചു, അത് ഹൃദയത്തിൽ കടന്നത് ഫലമായി ഒരു വിശുദ്ധനായിട്ട് മാറി. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ശക്തി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മളെ മാംസം ധരിക്കണം, അത് ഫലമായിട്ട് മാറണം. അതുകൊണ്ട് ദൈവവചനത്തെ സ്വീകരിക്കണം, ദൈവവചനത്തെ സ്വന്തമാക്കണം, ദൈവവചനത്തെ ധ്യാനിക്കണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. വിശുദ്ധ ഗ്രന്ഥം നമ്മളിൽ ഓരോ മക്കളിൽ, വീട്ടിൽ ഒരെണ്ണല്ല, നമ്മളിൽ ഉണ്ടായിരിക്കും, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് വ്യക്തിപരമായിട്ട് 1000-ങ്ങൾക്കും 10,000 വിലപിടിപ്പുള്ള എന്തെല്ലാം വസ്തുക്കൾ നമുക്ക് വ്യക്തിപരമായിട്ടുണ്ട്. വെറും 260 രൂപ വിലയുള്ള വിശുദ്ധ ഗ്രന്ഥം നമ്മൾ സ്വന്തമാക്കണം, നമ്മളിൽ ഉണ്ടായിരിക്കണമെന്നേ. അപ്പോഴാണ് നല്ല വചനങ്ങൾ വായിക്കാനും അതിലെഴുതി മാർക്ക് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. സ്വന്തമായിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തെ സ്വീകരിക്കണം, ധ്യാനിക്കണം. കാരണം ആത്മാവും ജീവനുമാണ് ദൈവവചനം. ഈ വചനത്തെ നമ്മളെപ്പോഴും വായിക്കണം, ധ്യാനിക്കണം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിലുണ്ടായിരിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളും യാചനാരൂപത്തിൽ പിടിച്ച് ഇപ്രകാരം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വചനം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ദൈവമേ, അങ്ങയുടെ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വചനം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. സർവ്വത്തി പറഞ്ഞ ഹല്ലേലൂയ. എന്നോട് പറഞ്ഞ ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് പോരാ. അതിനെ തുറന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നു. 2 കൈകളും ഉയർത്തി ദൈവവചനത്തിന്റെ ശക്തി നിറയട്ടെ. ദൈവവചനത്തെ സ്വീകരിക്കുവാൻ, ദൈവവചനത്തെ ധ്യാനിക്കുവാൻ, ദൈവവചനത്തെ സ്വന്തമാക്കുവാൻ, ദൈവവചനത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ ജനത്തിന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുമിശിഹായ്ക്ക് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വലതുകരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ് ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം സങ്കീർത്തനം 119:11 വചനം നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കുവാൻ അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത വഴിയിലൂടെയോ ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിലൂടെയോ നമ്മൾ കടന്നു പോകുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരങ്ങളിൽ നമ്മളെ തന്നെ കൊടുക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. എന്നിരുന്നാലും കുറച്ചൊക്കെ സന്തോഷമൊക്കെ ഉണ്ട് നമുക്ക്. കാരണം 10:30 അവസാനിക്കുന്നത് 10 മണിക്ക് അവസാനിക്കും. രണ്ടുപേരും നിർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അത് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് ചായയുടെ സമയം കുറച്ച് മുമ്പോട്ട് കയറിപ്പോയത്. എന്നിരുന്നാലും വചനത്തിന് മുമ്പിലാണ്. നമ്മൾ ധ്യാനത്തിന് വേണ്ടിയൊക്കെ നന്നായി പ്രാർത്ഥിക്കണം. തോമസ് ബ്രദറിനും വർഗീസ് ബ്രദറിനും ഒക്കെ ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെ സംഭവിക്കുവാനായിട്ട് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 കൈകളും ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഇപ്രകാരം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഒരശക്തമായിട്ട് കർത്താവായ യേശുവേ, സകല തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും കടക്ക ദോഷങ്ങളിൽ നിന്നും പൂർവിക ശാപങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മരണത്തിൽ നിന്നും അപകടത്തിൽ നിന്നും കർത്താവേ ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഹല്ലേലൂയ. 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 2 കൈകളും ഉയർത്തി യേശുവേ ശക്തമായിട്ട് വിളിച്ചേ. സ്വരമുയർത്തി വിളിച്ചേ. രോഗത്തിന്റെ പേരും ശാപത്തിന്റെ പേരും പാപത്തിന്റെ പേരും യേശുവിന്റെ നാമം വിളിച്ചുണരട്ടെ. ജീവനോടെ വിളിക്കട്ടെ. ശക്തമായിട്ട് വിളിക്കാം. ഹല 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 ഹലലിയ ഹലലിയ ഹലലിയ. സ്വരമുയർത്തി വിളിച്ച് 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 കൈകളടിച്ച് കൈകളടിച്ച് ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും.
അടിപ്പാടി അരുളയ പോലെ ഇറങ്ങി വിശുദ്ധി നൽകണം. കൈകളടിച്ച് ആത്മാവേ എല്ലാവരും അഗ്നിയായി നിറയണമേ. പാടി പ്രാർത്ഥിച്ച് ആത്മാവേ അഗ്നിയായി നിറയണമേ. കൈകൾ ഉയർത്തി അടിച്ച് പാപത്തിൻ ശക്തിമേൽ നിന്നെ അയക്കൂ. രോഗത്തിൻ ശക്തിമേൽ നിന്നെ അയക്കൂ. ശാപത്തിൻ ശക്തിമേൽ നിന്നെ അയക്കൂ. ആത്മാവാം ദൈവമേ കൈകൾ ഉയർത്തി അടിച്ച് പാപത്തിൻ ശക്തിമേൽ നിന്നെ അയക്കൂ. എല്ലാവരും രോഗത്തിൻ ശക്തിമേൽ നിന്നെ അയക്കൂ. ശാപത്തിൻ ശക്തിമേൽ നിന്നെ അയക്കൂ. ആത്മാവാം ദൈവമേ. രണ്ട് കൈകളും ഉയർത്തി വിളിച്ചേ. പാപത്തിന്റെ മേലും ശാപത്തിന്റെ മേലും അധികാരമുള്ള നാമം വിളിച്ചേ. പ്രിയപ്പെട്ടവരെ, യേശുവേ ശക്തമായിട്ട് വിളിച്ചേ. കൈകളടിച്ച് 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 കാലുകളൊക്കെ മാറി മാറി ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധിച്ച് ശക്തമായിട്ട് ദൈവത്തെ ആരാധിച്ച് കൈകളടിച്ച് കൈകളടിച്ച് വലിയ അഭിഷേകത്തോടെ പാടി പാടി സോറി ആമേൻ ആമേൻ ആരാധിച്ചു പരിശുദ്ധാത്മാവേ. ആമേൻ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചു പരിശുദ്ധാത്മാവേ. വിശ്വാസത്തോടെ നിങ്ങൾ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തി മാടിക മുറിയിൽ പരിശുദ്ധാത്മാവേ. ദാഹത്തോടെ നിങ്ങൾ കൈകൾ ഉയർത്തി അടിച്ച് മാടിക മുറിയിൽ പരിശുദ്ധാത്മാവേ. ദാഹത്തോടെ നിങ്ങൾ കൈകൾ ഉയർത്തി അടിച്ച് നിറയണമേ നീ തന്നുള്ളിൽ തീനാവുകളാ. ഒഴുകണമേ നീ തന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ തന്നുള്ളിൽ തീനാവുകളാ. ഒഴുകണമേ നീ തന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകത്താത്തെ അസ്ഥികൾ നിറയും താഴ്വരയിൽ ജീവൻ ശരീരമൊരുക്കി ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകത്താത്തെ അസ്ഥികൾ നിറയും താഴ്വരയിൽ കൈകൾ ഉയർത്തി അടിച്ച് അപ്പസ്തോലനാരാധിച്ചൊരു പരിശുദ്ധാത്മാവേ. വിശ്വാസത്തോടെ നിങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലനാരാധിച്ചൊരു പരിശുദ്ധാത്മാവേ. വിശ്വാസത്തോടെ നിങ്ങൾ ആരാധിക്കുന്നു. രണ്ട് കൈകളും ഉയർത്തിയെന്നു സ്തുതിച്ച് ബാധിച്ച് ശക്തമായിട്ട് സ്തുതിച്ച് ശക്തമായിട്ട് സ്തുതിച്ച് ഹൃദയം വചനത്തിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് ശരീരം മനസ്സ് ആത്മാവ് എല്ലാം ദൈവവചനത്തിനെ ഒരുങ്ങുവാനായിട്ട് കേൾക്കുവാൻ സ്വന്തമാക്കുവാൻ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ അപ്പോസ്തലന്മാരിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധിക്കുവാൻ കൃപയൊഴുകുവാനായിട്ട് രണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവിനെ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവേ. അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ. പതറാതെ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ. ഒഴുകണമേ നീ ഉള്ളിൽ പുതിയ നദിയായി. ഒഴുകണമേ നീ ഉള്ളിൽ തീനാവുകളാ. ഒഴുകണമേ നീ ഉള്ളിൽ പുതിയ നദിയായി. ചെങ്കടൽ പോലും അസ്ഥികൾ കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. പരിശുദ്ധ
കണ്ണുകളടച്ച് രണ്ട് കൈകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച പ്രിയപ്പെട്ട ദൈവജനമേ, കണ്ണുകൾ നടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചേനൊന്ന് ഇവിടെ ഒന്നും തന്നെ കാണാനില്ല. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും എല്ലാം നമ്മൾ കടന്നു പോകുന്ന സമയം എൻ്റെ ഈശോയോടൊന്ന് പ്രാർത്ഥിച്ച് സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് ആയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് പാടാം. മാനസവും ആഗ്രഹിച്ച് പ്രവർത്തിച്ച് നിർമ്മലമായൊരു കർത്താവേ പ്രാർത്ഥിക്കുന്നു. നേരായൊരു മാനസവും തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ. പരിപാലകനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ തിരികെ നിർമ്മലമായ നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ. ദൈവമേ, നേരായൊരു മാനസവും തീർക്കരുൾക്കെന്നിൽ ദേവാ. രണ്ട് കൈകളും ഉയർത്തി ഒറ്റ വിളി വിളിച്ചേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആത്മാവിൻ്റെ നാമത്തിൽ യേശുമിശിഹായ്ക്ക് പരസ്പരം സ്തുതി പറഞ്ഞ് ഇരിക്കാം. നമുക്ക് ഇരിക്കാം. വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുവചനത്തിൽ നമ്മൾ ഓർക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51:6 വചനം പറയാണ്: നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്കും നോക്കുവിൻ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്ക് നോക്കുവിൻ. ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും, ഭൂമി വസ്ത്രം പോലെ പഴുകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ
ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. വലുതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്ക് നോക്കുവിൻ. ആകാശം പുക പോലെ അപ്രത്യക്ഷിതമാകും, ഭൂമി വസ്ത്രം പോലെ പഴുകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. അതിലെ നിവാസികൾ ആരാ? അതിലെ നിവാസികൾ ആരാ? പറഞ്ഞ ഹല്ലേലൂയ. ആക്ഷനൊക്കെ മനസ്സിലായില്ലേ? എല്ലായിടത്തുള്ള ഭാഷയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലാവുന്നു. ലോകത്തിൽ എല്ലായിടത്തും എത്ര ഒറ്റ ഭാഷയുള്ള എന്താണ് ആദ്യ ഭാഷ. വലുതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതിലെ നിവാസികൾ എന്തുപോലെ ചത്തുപോകും? കൊതുക് പോലെ. എന്നാൽ കർത്താവിന്റെ വചനം അടുത്തതായിട്ട് പറയാണ്, എന്നാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, എന്നാൽ മോചനം അനന്തവും. ആലോചിക്കാൻ എത്ര ദൈവത്തിന്റെ സ്നേഹമാണ് ഒഴുകുന്നത്, എത്രമാത്രം സ്നേഹമാണ് ഒഴുകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപവാസം എടുക്കുന്നതും നോമ്പെടുക്കുന്നതും പ്രാർത്ഥന പരിഹാരം ചെയ്യുന്നതും എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ്. എന്നാൽ ദൈവത്തിന്റെ രക്ഷ സ്വന്തമാക്കും. കാരണം ഇന്ന് സഭയിൽ മനുഷ്യന് ദൈവത്തിന്റെ സ്നേഹവും കരുണയും അനുഭവിക്കാൻ പറ്റുന്ന ഒറ്റ സ്ഥലമുള്ളൂ കുമ്പസാരം എന്ന കൂട്. ഒറ്റ സ്ഥലമുള്ളൂ. വിശുദ്ധരെ സൃഷ്ടിക്കുകയും പാപികളെ രക്ഷിക്കുന്ന സ്ഥലമാണ് കുമ്പസാരം കൂട്. വലുതുകരമുയർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അതൊരു യാത്രയാകണം, നിരന്തരമായ യാത്ര, എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ യാത്ര. കാരണം നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഈശോയുണ്ട് അതിനുള്ളിൽ, നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഈശോയുണ്ട് അതിനുള്ളില്. നട്ടുച്ച നേരത്തെ സമരിയക്കാരിയെ കാത്തിരുന്ന ഈശോ കിണറ്റിൻകരയിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഈശോയുടെ പ്രിയപ്പെട്ടവരെ. പാപം എന്ന് പറയുമ്പോൾ നമ്മൾ ആരും എന്താണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ, ചുരുക്കി പറഞ്ഞ എത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന എല്ലാ വഴികളും, ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന എല്ലാ ബന്ധങ്ങളും പാപമാണ്. വലുതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. എല്ലാ വഴികളും ബന്ധങ്ങളും പാപമാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം ഒരു യു-ടേൺ അടിക്കലാണ് നമ്മുടെ പണി. ഒരു യു-ടേൺ, കർത്താവിലേക്ക് ഒരു തിരിച്ചുവരവ്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് ഈശോയാണോ നമ്മളാണോ? ഈശോയാണോ നമ്മളാണോ? ഈശോയാണോ അല്ലേ? മറ്റേർത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ കർത്താവിന്റെ തിരുവചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 3:40, വിലാപങ്ങളുടെ പുസ്തകം 3:40 കർത്താവിന്റെ വചനം പറയാണ്, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. ആ യു-ടേൺ അടിക്കാം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ന്യായീകരിക്കുന്നവരാ, വിലയിരുത്തുന്നവരാ. പ്രിയപ്പെട്ട, നമ്മളെപ്പോഴും ന്യായീകരിക്കും. എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇത് വല്ലപ്പോഴല്ലേ ഉള്ളോ, സാരില്ലാന്നേ, പോട്ടേന്നേ. നമുക്കറിയാം ഇത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണ്, വാക്കാണ്, വഴിയാണ്, ബന്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, സാരില്ലാന്നേ, പോട്ടെ, എല്ലാവരും ചെയ്യുന്നതല്ലേ, ഈ പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോ ഒന്നിട്ടാ ഒരു തട്ടിവിടല്, ഒരു വിലയിരുത്തല്, ന്യായീകരിക്കല്, ഞാൻ ചെയ്തൊക്കെ ശരിയാണ്.
അപ്പൊ എങ്ങനെ നമുക്ക് കുമ്പസാരത്തിലേക്ക് പോകാൻ പറ്റാം? ഇനി ദൈവാനുഗ്രഹം പ്രാപിക്കാൻ പറ്റാം? വലതുകരമുയർത്തി പറഞ്ഞ ഹാലേലുയാ, സ്വരമുയർത്തി പറഞ്ഞ ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സ്നേഹവും അനന്തമായ സ്നേഹവും ദൈവത്തിന്റെ അനുഗ്രഹവും പ്രാപിക്കാൻ സാധിക്കാത്തത് നമ്മൾ ഉപവസിക്കാത്തതിന്റെ കുഴപ്പമല്ല, നമ്മൾ പ്രാർത്ഥിക്കാത്തതിന്റെ കുഴപ്പമല്ല, ജപമാല ചെയ്യാത്തതിന്റെ കുഴപ്പമല്ല, കുരിശിന്റെ വഴി എത്തിക്കാത്തതിന്റെ കുഴപ്പമല്ല, പാപത്തെ ഉപേക്ഷിക്കാത്തത് കൊണ്ടാണ്. വലതുകരമുയർത്തി ഹല്ലേലൂയാ. പാപത്തെ ഉപേക്ഷിക്കാത്തത് കൊണ്ട്, പാപത്തെ ഉപേക്ഷിക്കാത്തത് കൊണ്ട്. 1 പത്രോസ് 2:19 വചനം പറയുന്നുണ്ട്, അന്യായമായി നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ അന്യായമായി നീ പീഡിക്കപ്പെടുമ്പോൾ അത് ദൈവിക ചിന്തയോടെ ക്ഷമാപൂർവം നീ ക്ഷമിച്ചാൽ അത് ദൈവാനുഗ്രഹത്തിന് കാരണമായി തീരും. ബൈബിളിലൊക്കെ അങ്ങനെ എഴുതാം, പക്ഷേ അതൊക്കെ ഏതണവർക്കൊക്കെ അത് പറ്റും. അതൊന്നും നടക്കണ കാര്യങ്ങളല്ല. ഒരു അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഒരു അമ്മച്ചി വരും കുരിശിൻ്റെ വഴി ചെയ്യാനായിട്ട്. അങ്ങനെ അച്ഛൻ അങ്ങനെ പെട്ടെന്ന് അമ്മച്ചി, അതായത് 7-ാം സ്ഥലം 7-ാം സ്ഥലം 6 കഴിഞ്ഞ് പിന്നെ 8ലേക്ക് പോകണേ. 2-3 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോൾ അമ്മച്ചിയോട് ഈ അച്ഛൻ ചോദിച്ചു, ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയപ്പോൾ, അമ്മച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മറന്നിട്ടാണോ അറിയാണ്ടാണോ എന്താണെന്ന് അറിയില്ല, അമ്മച്ചി ഈ 6 കഴിഞ്ഞ് 8ലേക്ക് പോണേ 7 ചെയ്യുന്നില്ല, എന്താണ് അമ്മച്ചീൻ്റെ കാരണം? അതാ ജോസ് സ്പോൺസർ ചെയ്യുക, അവന് എനിക്ക് താല്പര്യമില്ല. ജോസ് സ്പോൺസർ ചെയ്ത 7-ാം സ്ഥലം അത് ഞാൻ എത്തിക്കില്ല, അവൻ ശരിയല്ല. ഇതുപോലെ ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഉണ്ടായ സംഭവമാണ്. ഒരു വൈദിക എന്നോട് പറഞ്ഞതാണ്. ഇതാണ് നമ്മൾ അന്യായമായി നീ പീഡിപ്പിക്കപ്പെടും. ആലോചിക്കും, നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. മുട്ട ഉപേക്ഷിക്കും, ഇറച്ചി ഉപേക്ഷിക്കും, മീനൊക്കെ ഉപേക്ഷിക്കും, ചെരുപ്പ് ഉപേക്ഷിക്കും, ഇതെല്ലാം ചെയ്യും, പക്ഷെ വിട്ടുകൊടുക്കത്തില്ല. അപ്പനമ്മോടും എനിക്ക് കുറവാ തന്നെ, കൂടുതൽ തന്നവര് നമ്മൾ പറയും ചെറിയ കാര്യമല്ലേ. പ്രഭാഷകൻ 19:1, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പമായി നശിച്ചു പോകും. പാപം പഴക്കം ചെന്നതല്ലേ, ചെറിയ കാര്യം അങ്ങനെ ഒന്നുമില്ല. പാപം തന്നെയാണ്. വലതുകരം ഉയർത്തി പറഞ്ഞ ഹാലേലുയാ, സ്വരം ഉയർത്തി പറഞ്ഞ ഹാലേലുയാ. നിങ്ങളൊന്ന് ഈ ഒറ്റ വചനം നോക്കിയാൽ, അന്യായമായി നീ പിടിക്കുമെന്ന് പറയുമ്പോൾ, അന്യായമായി എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? നീ ചെയ്യാത്ത അല്ലേ, അതിനല്ലേ ചെയ്യാത്ത കാര്യത്തിന് അല്ലേ, പറയാത്ത കാര്യത്തിന് അല്ലേ, അറിയാത്ത കാര്യത്തിന്, പറയാത്ത കാര്യത്തിന്, ചെയ്യാത്ത കാര്യത്തിന് നിന്നെ വേദനിപ്പിക്കുക. അറിഞ്ഞിട്ട് കൂടി നമ്മൾ പറയില്ലേ, ഞാൻ ആ കാര്യം അറിഞ്ഞിട്ട് കൂടിയില്ല, എന്നിട്ട് എന്നെ ഇങ്ങനെ ചെയ്തില്ലേ, മാറ്റി നിർത്തിയില്ലേ, എന്നെ വിഷമിപ്പിച്ചില്ലേ, എന്നെ ജോലിയിൽ നിന്ന് വിട്ടില്ലേ, എന്റെ മേലധികാരികള് എന്നെ വേദനിപ്പിച്ചില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയത്തില്ല, ഇതൊന്നും അന്വേഷിക്കാണ്ട് എന്നെ എത്രമാത്രം ഉപദ്രവിച്ചു. എന്നാൽ കർത്താവിന്റെ വചനം പറയാണ്, അന്യായമായി നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവിക ചിന്തയോടെ ക്ഷമാപൂർവ്വം ക്ഷമിച്ചാൽ മാത്രമേ നിനക്ക് ദൈവാനുഗ്രഹത്തിന് കാരണമായി തീരുകയുള്ളൂ. വലതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ ആദ്യം നമുക്ക് ഇതൊക്കെ സാധിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളി പറയണത്, നീ ഇറച്ചി, മീന, പാല്, മുട്ട എന്ത് വേണമെങ്കിൽ കഴിച്ചോ, എന്ത് വേണമെങ്കിൽ മേടിച്ചു തരാം, ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ലേശം ഉണ്ടെങ്കിൽ അതങ്ങനെ രമ്യപ്പെട്ടിട്ട് മതി. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോടൊക്കെ പറയണ ഒരു കാര്യം, അല്ലാതെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കാൻ തന്നെ നേരമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളായിട്ട് പിണങ്ങിയിട്ടില്ല സഹോദരന്മാരെ, അൽത്താരായിരുന്നിട്ടില്ല പറയുന്നത്, ലൈവ് പോണതാ. ഒറ്റ ആളോട് ഇതുവരെയ്ക്ക് പിണങ്ങിയിട്ടില്ല, മിണ്ടാതിരുന്നിട്ടില്ല. എനിക്കത് പറ്റില്ല. എന്താണാവോ, എനിക്ക് പറ്റില്ല. പറയുന്നില്ല, അതൊക്കെ പറയുമ്പോൾ പറയാ അവനൊരു നാണമില്ല എന്നൊക്കെ പറയും, പിന്നെ ചെന്ന് സംസാരിക്കണത്. നമുക്കത് പറ്റത്തില്ല. എന്താണാവോ, എനിക്കത് സാധിക്കില്ല. എന്നവർക്ക് നമുക്ക് സ്നേഹിക്കാൻ തന്നെ സമയമില്ലേ, പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്?
എന്തെത്രമാത്രം ഉപദ്രവിച്ചു. എന്തിനായാലും ഇവിടെ കണ്ട കൊതുക് പോലെ അതിലെ നിവാസികൾ കൊതുക് പോലെ 150 രൂപ ഷുവ കിട്ടത്തുള്ളൂ ആണുങ്ങൾക്ക്. എവിടെ കിടക്കുമ്പോ എത്ര കോടീശ്വരനായാലും എവിടെ കിടക്കുമ്പോഴാ ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഈ നോമ്പില് തുടക്കത്തില് നെറ്റീമ അതിന്റെ പേര് നിന്നാ വിഭൂതി തിരുനാൾ ഇല്ലേ? അന്ന് നമ്മള് അത് ഇങ്ങനെ നെറ്റിയിൽ തൊടുമ്പോ നമ്മുടെ അന്നത്തെ ദിവസം വാട്സപ്പിലൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ ഈ സാധനം ഇപ്പോ. നല്ല രസം ഈ അമ്മച്ചിമാരൊക്കെ കേട്ടോ ഇങ്ങനെ തൊടണ കാണാനായിട്ട് നമുക്ക് ഭയങ്കര രസമാണ്. ഈ അന്നത്തെ ദിവസം വിഭൂതി തിരുനാളിൻ്റെ അന്ന് വാട്സപ്പിലൊക്കെ ഒരു ബ്ലോക്കും പിന്നെ അതുപോലെ ഒരു വചനം വരും. എന്താണ് ആ വചനം? ആ വചനം എന്താ? ആ വചനം എന്താ? ഓർമ്മയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? വചനം ഓർമ്മയില്ലേ? ആ വചനം ഓർമ്മയില്ലേ? വചനം ഉൽപ്പത്തി 3:19 ആ വചനം. ഉൽപ്പത്തി 3:19 പൊടിയിൽ നിന്ന് വന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് തന്നെ മടങ്ങും. അപ്പൊ നമ്മൾ ഈ നെറ്റീമ കുത്താനായിട്ട് കുറേ സമയം പിടിക്കല്ലോ. ഈ കുറേ സമയം പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കാൻ ഒരു പാട്ട് പാടാൻ സമയം. എന്താ പാട്ട്? പാടിക്കോ. ഇത് മരിച്ചവർക്ക് കേൾക്കാനുള്ളതല്ല. ആർക്ക് കേൾക്കാനുള്ളതാ? ആ നെറ്റീമ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ കുറെ സമയമുള്ളല്ലേ നമ്മൾ സുഖമായിട്ടൊക്കെ പാടും. എന്താ ആലോചിച്ചിട്ട പാടണേ? ഒന്ന് പാടിയേ. മനുഷ്യ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോ എന്നെ ഈ കാര്യം നമ്മൾ മറന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പ്രഭാഷകന്റെ പുസ്തകം 41-ാം അധ്യായത്തിലെ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു, ദൈവ ഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. മരണം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും വചനം 41:3 പറയണം, മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിത അന്ത്യത്തെയും നീ ഓർക്കുക. ആയുസ് 10, 100, 1000 ആയിക്കൊള്ളട്ടെ, എവിടെ അതിനെ കുറിച്ച് ചോദ്യമില്ല. പാതാളത്തിൽ അതിനെ കുറിച്ചൊരു ചോദ്യമില്ല. നമ്മൾ ഓടുകയെ വെറ്റി പിടിക്കാൻ ഓടുകയാ. എന്തൊക്കെയുണ്ട്? ഓടുകയാ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഓടുകയാ നമ്മൾ ദൈവത്തെ മാറ്റിവെച്ച് സമ്പത്തിന്റെ പിന്നാലെ ഓടുകയാ. ഞായറാഴ്ച കുർബാന തുടങ്ങിയിട്ട് മുഴുവൻ കുർബാന അർപ്പിക്കണമെന്നാണ്. കുർബാന തുടങ്ങിയിട്ട് വന്നാൽ കുമ്പസാരിക്കണമെന്നാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ കട തുറന്നാലോ? ഞായറാഴ്ച പണിയെടുത്താൽ പണി കിട്ടൂട്ടോ, ഒരു സംശയവുമില്ല. ഞാൻ ഇവിടെ നിന്നിട്ട് പറയാം, ഞാനിത് കഴിഞ്ഞാൽ പോകും. എന്ത് പ്രശ്നം ഉണ്ടായില്ല, ആൾക്കാരായാലും ഞായറാഴ്ച പണിയെടുത്തപ്പോഴോട് ഒരുപാട് ഞങ്ങൾ ഇവിടെ നിന്നൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് അനുഭവം കൊണ്ടാണ്. ഓരോ മണിക്കൂറല്ല, മിനിറ്റിന് ഓരോരുത്തർ ഫോൺ വരാം, തോന്നിയാസം. എന്നിട്ട് പ്രാർത്ഥനയൊക്കെ നമുക്ക് വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഒരു കുഴപ്പമില്ലാന്നേ. സമ്പത്തിന്റെ പിന്നാലെ തൃശ്ശൂർ 300 കോടി രൂപയാണ് സമ്പത്തിന്റെ പിന്നാലെ പോയിട്ട് ഓരോരുത്തരെ പോയത്. നിധി കുമ്പെന്നും പറഞ്ഞിട്ടും ഇരട്ടിക്കില്ലിട്ടെ ഒരു സഹോദരനെ ഓർക്ക്, അദ്ദേഹം 1.25 കോടി രൂപയെ പോയത് ഒരു മകന്റെ. അവന് വർഷാപ്പാ, അവന്റെ സ്ഥലം വിറ്റ്, ഒരു സ്ഥലം ഉണ്ടായിരുന്നു, വിറ്റക്കിട്ട് കാശ. അപ്പൊ അവന്റെ കാലുമത്തെ ചെരുപ്പ് വാറ് പൊട്ടി കഴിഞ്ഞാൽ തുന്നിയിട്ടിട്ടാ നടക്കാൻ. തുന്നിയിട്ടിന് ചെരുപ്പ് വേറെ മേടിക്കില്ല. എന്നിട്ട് കിട്ടിയ കാശ് എന്ത് ചെയ്തു? നിധി കുംഭത്തിൽ ഇരട്ടിക്കാൻ കൊണ്ടിട്ടു. അയാൾ അതും കൊണ്ടുപോയി. 200 കോടി രൂപ അയാൾ കൊണ്ടുപോയി ഓരോരുത്തരെ.
ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിളിക്കുന്നത് ആരെയാ? ബ്രദറെ പ്രാർത്ഥിച്ചോളൂ, ഇത്ര കാശ് പോയിണ്ട്. എന്നാ ഇടണേലും മുമ്പ് പറഞ്ഞാൽ നമുക്ക് വല്ല വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുക, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ സമ്പത്തിന്റെ പിന്നാലെ പോകുക. ഈശോ എന്ന സമ്പത്തെ സ്വന്തമാക്കേണ്ട സമ്പത്തല്ല ദൈവം. ദൈവമാകുന്ന സമ്പത്തിനെ നമ്മൾ സ്വന്തമാക്കണം നമ്മുടെ ജീവിതത്തിലെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സഹോദരൻ കടബാധ്യത ലോട്ടറി എടുത്തിട്ടാ തകർന്ന് വീടല്ല പോയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് മാത്രമേ ഉള്ളൂ. ലോട്ടറി എടുത്തിട്ട് ലഹരിയായി. ലഹരി 20-30,000 രൂപയ്ക്ക് ഡെയിലി എടുത്ത് നശിച്ചു പോയി. അതൊരു ലഹരി. ഈശോയാകുന്ന ലഹരിയല്ല നമ്മുടെ ജീവിതത്തിൽ. ഞങ്ങൾ ചെറിയ വലിയ മാരക പാപമൊന്നും ആലോചിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ചെറിയ നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കണം. അത് ഈ സമയം ഇത് പറയാനായിട്ട് എന്നാലും പറയാം. ഞാൻ എടുക്കേണ്ട വിഷയമല്ല സംഗതി. ഇങ്ങനെ ഇപ്പൊ കുറച്ച് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട വിഷയമല്ല ഇത്. എന്നാലും പരിശോധന കുറേ പ്രാവശ്യം ഇവിടെ നിന്ന് പറഞ്ഞതിനോട് പറയുന്നൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ വഴികൾ, എന്തുകൊണ്ടാണ് ഈ തകർച്ച, എന്താണ് തകർന്നു പോകുന്നത്, കാരണം അന്വേഷിച്ച് നിങ്ങൾ പോകണ്ട. എന്താണ് ബന്ധനം കെട്ടുന്നഴിക്ക് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടത്? എവിടെയാണ് നമ്മുടെ വഴികൾ തെറ്റുന്നത്? ഏത് ബന്ധമാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്? ഏത് വഴിയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്? ഏത് പ്രവൃത്തിയാണ് നിർത്തിവെക്കേണ്ടത്? പരിശോധിക്കണം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 7:36. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ നിന്റെ ജീവിത അന്ത്യത്തെ പറ്റി നീ ഓർക്കണം. നിന്റെ ജീവിതം എന്താകുന്നു, നിന്റെ അന്ത്യം എന്താകുന്നു നീ ഓർക്കണം. നമ്മൾ ഓടുക എന്തൊക്കെ ഉണ്ടാകാൻ സമയമില്ല. ആലോചിക്കാൻ, ഇത്രയും പ്രായമായി നമ്മൾ ഓരോരുത്തരും എവിടെയാ നിൽക്കുന്നത്? ഒരു കാറ്റ് വന്നാൽ, ഒരു വെള്ളം വന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ദൈവമാകുന്ന സമ്പത്തിനെ നമ്മൾ സ്വന്തമാക്കണം. അത് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതം വേണ്ട. പ്രിയപ്പെട്ട ദൈവജനമേ, എന്ത് നഷ്ടം വന്നാലും നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഞായറാഴ്ച തുറന്നിട്ട് തന്നെ കാര്യം നടക്കണില്ല. ഞായറാഴ്ച തുറക്കുന്നത് കാരണം കൊണ്ടാ കാര്യം നടക്കാത്ത. അടച്ചു നോക്ക്, പരീക്ഷിച്ച് നോക്കാനാ പറയണ. പരീക്ഷിച്ചൊന്ന് നോക്ക്. വലുതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ജീവിതമില്ലാതെ എല്ലാ ദിവസവും ബിസിനസ് കടകൾ തുറന്നു പോയാൽ പിന്നെ കുടുംബമായിട്ട് എന്താ ബന്ധം? കുടുംബം ഒരു വഴിക്ക് പോകും, മക്കൾ വേറെ വഴിക്ക് പോകും. എന്തോ കുടുംബമായിട്ട് എന്താ ബന്ധം? എന്നിട്ട് പറയണ്ടേ, എൻ്റെ ചോരയും നീരും എൻ്റെ ശരീരവും എൻ്റെ സമയമല്ല കൊടുക്കണ്ടേ കുടുംബത്തിന്. വലുതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. തൃശ്ശൂരുള്ള പാർട്ടി ചിന്തിക്കാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവും കട എന്നും തുറന്നു, മക്കളെ യൂണിഫോം എല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇവര് പോരും. രാത്രി വൈകിട്ട് ബസ് ഇവര് കടയിൽ അവിടെ നിർത്തും. 2 കുട്ടികളെ കൊണ്ടാക്കി വീണ്ടും തിരിച്ചു വരും. കുടുംബ പ്രാർത്ഥനയും ഇല്ല, ഒന്നുമില്ല. മക്കള് എങ്ങനെയോ പ്രശ്നങ്ങളായി, കടബാധിതയായി, പ്രശ്നങ്ങളായി, കുഴപ്പങ്ങളായി. എങ്ങനെയും ഒറ്റ കാര്യമാണല്ലോ, ഞായറാഴ്ച ഇന്ന് കട അടച്ചത്. അവര് അപ്പോൾ അന്തം വിട്ടു. എന്നിട്ട് ബ്രദർ പറയണത്, ഞായറാഴ്ച വരെ തുറന്നിട്ട് ഇവിടെ ഒരു കാര്യം നടക്കണില്ല. അതുപോലെ ആൾക്കാരൊക്കെ കൊടുക്കാനുണ്ട്. പിന്നെ അത് അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് കേൾക്കുന്നേ. കർത്താവ് പറഞ്ഞ് കേട്ടാലല്ലേ നമുക്ക് കാര്യം. കർത്താവ് പറഞ്ഞ് കേൾക്കാനായിട്ട് നേരമില്ലേ നമുക്ക് നമ്മളെ ഓടുക എന്തിൻ്റെ പിന്നാലെ ഇങ്ങനെ മുന്നോട്ട് പോവുക. വലുതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതായത് തോബിത്തിന്റെ പുസ്തകം 4:21 വചനം പറയുന്നുണ്ട്, ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപത്തിൽ ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായി അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഹല്ലേലൂയ. ദൈവത്തോട് ഭക്തി, സമ്പത്തിനോടോ ദിവസത്തിനോടോ ബിസിനസിനോടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലുള്ള ഭക്തി. ദൈവത്തിനോട് ഭക്തി, പാപത്തിൽ ഒഴിഞ്ഞു നിൽക്കുക, അവിടത്തേക്ക് പ്രീതികരമായി അനുഷ്ഠിക്കുക. ഹല്ലേലൂയ. വലുതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു തഴക്കദോഷങ്ങളുടെ പൂർവിക ശാപമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി.
നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാ നമുക്ക് ദുരിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ സഭാപ്രസംഗൻ 7:29 വചനം പറയുന്നത്, ദൈവം മനുഷ്യനെ സരള ഹൃദയനായിട്ട് സൃഷ്ടിച്ചു. അവന്റെ പ്രശ്നങ്ങൾക്ക് ആരാ കാരണം എന്ന വചനം പറയണേ? അവൻ തന്നെയാണെന്ന് പറയണേ. നമ്മൾ അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും വീട്ടുകാരെ ആരും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവം മനുഷ്യനെ സരള ഹൃദയനായിട്ട് സൃഷ്ടിച്ചു. അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾക്ക് അവൻ തന്നെയാ കാരണം. ജെറമ്യാ 2:19, നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ നശിപ്പിക്കുക, വേറെ ആരുടെ അല്ല. നിന്റെ തന്നെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. വചനം പറയണതാ, വചനം പറയണത് ഇവിടെ പറയുന്നുള്ളൂ. വലുതുകരമയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. വചനത്തെ വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിൽ വിജയം തരും കർത്താവ്. ആ കുടുംബത്തിന്റെ ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ. എന്റെ പറയപ്പെട്ട ഒരു ദൈവം അവരെ എങ്ങനെ അനുഗ്രഹിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. അവർ പിന്നെ ഞായറാഴ്ച ആവാൻ കാത്തിരിക്കും, ഒരു മുടക്കുണ്ടാവാന്, മക്കളായിട്ടും ഒരുമിച്ച് പള്ളിയെ പോവാനും അതുപോലെ തന്നെ ഒരുമിച്ച് മക്കളായിട്ട് ഇരിക്കുവാനും അവരങ്ങനെ ഓർത്തിരിക്കുക. ഇപ്പോൾ ഞായറാഴ്ച ആവാൻ വേണ്ടിയിട്ട് എല്ലാ തടസ്സങ്ങളും എല്ലാ കാര്യങ്ങളും മാറി അവർ വേറൊരു സ്ഥലത്ത് വലിയൊരു സ്ഥലം എടുത്ത് അവർ ബിസിനസ്സൊക്കെ തുടങ്ങി. കർത്താവ് കാരുണ്യമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ കർത്താവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക എന്നാണ്. നമുക്ക് നമ്മുടെ വഴികൾ, ഏത് വഴി, ഏത് ബന്ധമാണ്, എന്താണ് ഞാൻ അവസാനം കർത്താവിന്റെ സ്നേഹം, കരുണ ഒഴുകുവാനുണ്ട്. എന്താണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്? നമുക്കറിയാലോ എന്താണ് എന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഉപേക്ഷിക്കേണ്ടത് എന്താണെന്ന് അറിയാലോ. വേറെ ആർക്ക് അറിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കിയാലും നമുക്കറിയാലോ എന്താണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്, മാറ്റി നിർത്തേണ്ടത്. എന്ത് ഗുണമാണ്? ചില നിലപാടുകൾ നമ്മുടെ ജീവിതത്തിലെ തിരുത്തണം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ പ്രതി ചില നിലപാടുകൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. നമ്മൾ ചില സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും സമ്പത്തിനും പല കാര്യങ്ങളും നടക്കാൻ വേണ്ടി ചില നിലപാടുകൾ കർത്താവിനെ മാറ്റിവെക്കും. ഒരു സ്ഥാപനത്തില് എൻ്റെ സുഹൃത്തിന്റെ ഒപ്പം ഞാൻ ചെന്നതാ. അദ്ദേഹം എന്നെ വിളിച്ച് നമുക്കൊന്ന് പോണ വഴി ഇവിടെ നിന്ന് കയറണം, ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കയറിയപ്പോൾ, അപ്പോൾ അദ്ദേഹം ആളൊരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ നോക്കിയപ്പോൾ ആ ബിസിനസ് സ്ഥാപനത്തിലെ 3 ദൈവങ്ങളുടെയും ഫോട്ടോ ഉണ്ട്. 3 ദൈവങ്ങളുടെയും, നമുക്കാണല്ലോ ഈ അസുഖം കൂടുതൽ, 3 ദൈവങ്ങളും കൂടുതൽ. അപ്പോൾ ഞാനിങ്ങനെ, അപ്പോൾ പെട്ടെന്ന് അവിടെ സംസാരം കഴിഞ്ഞ് അവിടെ നിന്ന് പതൊക്കെ ഇങ്ങനെ പോന്നപ്പോൾ ഞാൻ കൂട്ടിയ സുഹൃത്തിനോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണോ? അതെ. അപ്പം അദ്ദേഹം നമ്മുടെ ആളല്ലേ? അതെ. അപ്പം എന്താ, ഞാൻ എന്തെങ്കിലും ചോദിക്കട്ടെ? കാരണം ചോദിക്കാതെ പോയി കഴിഞ്ഞാൽ എന്നോട് കർത്താവ് ചോദിക്കും. ചോദിച്ചിട്ട് അവൻ ചെയ്ത് എന്ത് ചെയ്താലും നമുക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര ഇത്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആർക്കും വിഷമം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമായി. നമ്മളൊരു കോംപ്രമൈസ്, നമ്മുടെ നിലപാടുകൾ കർത്താവിനെ പ്രതി, ആരെ പ്രതി? ഈശോയെ പ്രതി. മനുഷ്യനെ പ്രതിപ്പെടുത്തിട്ട് എവിടെ നടക്കാൻ? ഈശോയെ പ്രതിപ്പെടുത്തി. വലുതുകരം ഉയർത്തി പറഞ്ഞ ആലെ, നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ നശിപ്പിക്കുക, നിന്റെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക, വേറെ ആരുടെയല്ല. അതിന് തിരിച്ച് അതുകൊണ്ടാ വിശുദ്ധനായ ജോൺ മരിയ വിയാനി പുണ്യവാള പറയുന്നൊരു കാര്യം, നിന്റെ പാപം പർവ്വത തുല്യമാണെങ്കിലും കർത്താവിന്റെ കരുണയ്ക്ക് മുമ്പ് അത് മണൽ തരി പോലെയാണ്. വലുതുകരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. സനമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. കർത്താവിന്റെ കരുണയ്ക്ക് മുമ്പിൽ അത് മണൽ തരി പോലെയാണ്. തിരിച്ചു വരവ്, യു-ടേൺ. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം, കർത്താവിലേക്ക് തിരിച്ചു വരാം. വലുതുകരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. കാരണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ നകലുമ്പോൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴി പോകുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല എപ്പോഴും. ഇത്രമാത്രം ഈ നോമ്പ് മുഴുവൻ ഉപവാസം എടുത്തു, 5 മണി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നുള്ളൂ. പ്രാർത്ഥന, ബൈബിൾ വായന, ബൈബിൾ എഴുത്ത്, എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലർ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ചിലരോടുള്ള വെറുപ്പ്, ചിലർ മനസ്സിലാക്കാൻ അല്ലെ കൂട്ടിച്ചേരാൻ, ചില ആൾക്കാർ ഇതൊന്നും
ചില നമ്മളൊറ്റ കർത്താവിനെ പ്രതി നമ്മൾ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ഒറ്റപ്പെടും. അവൻ വലിയ പ്രാർത്ഥനകാരൻ, അല്ലെങ്കിൽ അവൻ പള്ളിയെ പോകണം, അല്ലെങ്കിൽ മറ്റാള്, അതിന് മാറ്റവിടെ. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ചില തീരുമാനങ്ങൾ അങ്ങനെ മാറ്റി നിർത്തൽ. അതാണ് ആ തീരുമാനമാണ്, നിലപാടുകൾ എടുത്തപ്പോഴെടുക്കുന്നതാണ് നമുക്ക് വേണ്ടി അത് സംഭവിച്ചത്. അല്ലെങ്കിൽ സുഖമായിട്ട് വലിയ രാജാവായിട്ട് കഴിയാം. അതുപോലെ തീരുമാനം എടുക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. നമുക്ക് സാധിക്കണം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 59-ാം അധ്യായം, ഏശയ്യാ 59:2 കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏശയ്യാ 59:2 3 കാര്യങ്ങളാ അവിടെ ഞാൻ ഈ ശുശ്രൂഷ, അടുത്ത ആരാധനയിൽ ശുശ്രൂഷ നമുക്ക് കിടക്കാൻ പോവുകയാണ്. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 3 കാര്യങ്ങളാണ് പറയുന്നത് അവിടെ. നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഒന്നാമതായി പറയുന്നു, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? നമ്മൾ പാപം ചെയ്യുമ്പോൾ, ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, വാക്കുകൾ പറയുമ്പോൾ, ക്ഷമിക്കാൻ പറ്റാത്തത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ദൈവവും നമ്മൾ തമ്മിൽ അകലുന്നു. ഒന്നാമതായിട്ടൊരു കാര്യം ചിന്തിക്കണം, ദൈവവും നമ്മൾ തമ്മിൽ അകലുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതല്ല, വചനം പറയുന്നതാണ്. രണ്ടാമതായി പറയുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മുഖം നമ്മളിൽ നിന്ന് മാറി. വലതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നല്ലൊരു കുമ്പസാരം വേണം കേട്ടോ. കർത്താവ് ശക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. നല്ലൊരു കുമ്പസാരം വേണം. വലതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ ആരും ഇനി ജീവിച്ചത്ര ജീവിക്കാൻ ഉള്ളവരല്ല. മൂന്നാമതായി പറയുന്നു, അതാണ് മൂന്നാമത്തെ കാര്യം പറയാണ്. വചനം പറയുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. വേറെ ഒന്നും ഉണ്ടോ അല്ല കേൾക്കാത്ത, നീ ഉപവാസം എടുത്തിട്ട് നടക്കാത്ത, എല്ലാം മാറ്റിമറിച്ച് ഇറച്ചി മീനൊക്കെ മാറ്റി വെച്ചിട്ട് നടക്കാത്തതിന്റെ കാരണം ഇതാ. ഈ 3 കാര്യം, 2 കാര്യങ്ങൾ സംഭവിക്കും, 3 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളൊന്നാവണം, സ്നേഹം. ജോൺ മരിയ വിയാനി പുണ്യവാളന്റെ അടുത്തേക്ക് എല്ലാവരും ആ പള്ളിയിലേക്ക്, ഏതാണ് ഈ വൈദികൻ ഞങ്ങളെ കാണാൻ വന്ന ആളെന്ന് കാണാൻ വന്നു. ആ പള്ളി നിറയെ ജനം കൂടിയപ്പോൾ ജോൺ വിയാനി പുണ്യവാളൻ പ്രസംഗിക്കാനൊന്നും അറിയുന്നില്ല. ഞായറാഴ്ച അദ്ദേഹം സുവിശേഷം വായിച്ച് ജനത്തെ കണ്ടപ്പോൾ ആളാകെ പേടിച്ചു പോയി. ഞാൻ എന്താ പറയാ, സുവിശേഷ വായന കഴിഞ്ഞ് കണ്ണടച്ച് നിന്നിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, ദൈവം സ്നേഹമാണ്. 18 മണിക്കൂറാണ് അന്ന് കുമ്പസാര കൂട്ടിൽ ഇരുന്ന് അദ്ദേഹം. 18 മണിക്കൂർ. അവിശുദ്ധനാ പറഞ്ഞ്, നിന്റെ പാപം പർവ്വത തുല്യമാണെങ്കിലും കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ അത് മണൽ തരി പോലെയാണ്. വലതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നിന്റെ രോഗത്തിന്റെ കെട്ടുകൾ, നിന്റെ കുടുംബത്തിന്റെ കെട്ടുകൾ, ബന്ധനം എല്ലാം വിട്ടുപോകാൻ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് നമ്മൾ തിരിച്ചു. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം. നിന്റെ പാപം, നിന്റെ ജീവിതം എന്താകും, നിന്റെ അന്ത്യം എന്താകും, അങ്ങനെ ഓർത്താ നീ പാപം ചെയ്യുകയില്ല. വലതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എത്രയോ കാര്യങ്ങൾ, എത്രയോ സാക്ഷ്യങ്ങളാണ് പറയും. ക്ഷമിക്കാൻ പറ്റാത്തത് പൊടിയിൽ നിന്നും പൊടിയിലേക്ക് വന്നു. നമ്മൾ പിന്നെ എവിടേക്കാണ്? ഒരു സഹോദരി ഇതുപോലെ തന്നെ കുടുംബത്തോട്, ഭർത്താവ് വീട്ടുകാരോട് ക്ഷമിക്കാൻ പറ്റാത്ത രോഗിയായി മാറി, വെറുപ്പ് വെച്ചുകൊണ്ട് രോഗിയായി മാറി, 2 ചെവിടും പഴുത്തു, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഭർത്താവ് മരിച്ചുപോയി, എന്നിട്ടും പറ്റുന്നില്ല. അമ്മായിയോടും വെറുപ്പ് തന്നെ. എത്ര മണിക്കൂർ സംസാരിച്ചെന്നറിയോ? എന്നാൽ ബുദ്ധിയും ബോധവും അറിവെന്ന് പറഞ്ഞാൽ എത്ര വരെ പഠിച്ചു എന്നുള്ളത് പറയാൻ നമുക്ക് പറ്റത്തില്ല. അത്രമാത്രം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കണ്ടാ രോഗീരെ പോലെ എല്ലാ അസുഖങ്ങളും മുഴുവൻ 34-35 വയസ്സായിട്ടുള്ള കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്
കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് 1.5 വർഷത്തോളമായി കുമ്പസാരിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് കർത്താവിൻ്റെ കരുണയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് ശക്തമായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു പ്രിയപ്പെട്ടവരെ, തീരുമാനമെടുത്ത് കുമ്പസാരിക്കാമെന്ന്. കർത്താവ് അത്ഭുതകരമായ മകളുടെ ജീവിതത്തിൽ ഇടപെട്ടു. വലതുകരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അതുപോലെ തന്നെ നീ ചെയ്യാത്ത കാര്യത്തിനും പറയാത്ത കാര്യത്തിനും നീ നിനക്ക് പഴികിട്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിലേക്ക് തിരിച്ചു പോകണം പ്രിയപ്പെട്ടവന്. ക്ഷമാപൂർവ്വം നീ ക്ഷമിച്ചാൽ മാത്രമേ ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കുകയുള്ളൂ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ക്ഷമാപൂർവ്വം നീ ക്ഷമിക്കണം, കർത്താവിലേക്ക് തിരിച്ചു വരണം. പാപം സിംഹം ഇരയെ കാത്തിരിക്കുന്നത് പോലെ പാപം പാപിയെ കാത്തിരിക്കുക. ആ വായിൽ പെടാതെ നമ്മൾ കർത്താവിലേക്ക്, കാരണം ഒന്നും ഓർക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നിരാശ വരുത്തുന്നത് ദുരാത്മാവാണ്. പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഓർക്കണം, പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാ. നിന്റെ ജീവിതത്തില് നിനക്ക് നിരാശ കൊണ്ടുവരുന്നത് ദുരാത്മാവാ. ഓർക്കണം, രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. പാപബോധത്തിലേക്കാണ് നമ്മൾ ഒരിക്കലും നമ്മൾ മറിച്ചൊരു ചിന്തയായിക്കേണ്ട. ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയ 1-2 കാര്യമുണ്ട്. എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്, രക്ഷ തലമുറോളം നിലനിൽക്കും. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. 44-ാം അധ്യായത്തിലെ 22-ാമത്തെ വാക്യം പറയുന്നുണ്ട് യെശയ്യാ പ്രവാചകൻ, കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മളെ കാത്തിരിക്കുന്ന ഈശോയുണ്ട്. മടങ്ങി വരണം, നമ്മൾ തയ്യാറെടുക്കണം. സാരല്ലേ, പോട്ടെ, എല്ലാവരും ചെയ്യുന്നതിലെ പ്രായമായില്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ടവരല്ല. നമ്മൾ ഓരോരുത്തരും തിരിച്ചു വരണം. നമ്മളെ കാത്തിരിക്കുന്ന ഈശോയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തോ ഉള്ളത് ഈശോയ്ക്ക് കൊടുക്കണം. നമ്മുടെ കുടുംബത്തിന്റെ കെട്ടഴിയും. വലതുകരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ തയ്യാറെടുക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. ഈശോയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നമ്മൾ സ്വസ്ത്ര കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. സ്വസ്ത്ര കാഴ്ച കയ്യിലെടുക്കുക. നിങ്ങൾ യേശുയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നത് കയ്യിലെടുത്ത് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവ്വയർത്തി ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.